ഈ വീഡിയോ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ 25 സ്റ്റോക്കുകളുള്ള പോർട്ട്ഫോളിയോ ഞാൻ എങ്ങനെ 2025 മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നു, അതിൽ എന്തൊക്കെ വിൽക്കും, എന്തൊക്കെ വാങ്ങും, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും. രണ്ടാമത്തെ സെക്ഷനിൽ എന്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഞാൻ ഏതൊക്കെ ഫണ്ടുകളിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമുണ്ട്, അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാൻ സുബീഷാണ്, റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ അവസാന 5 വർഷങ്ങളിൽ ഏറ്റവും മോശം വർഷം 2024 ആയിരുന്നു എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ 2025 ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒന്ന് റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. 2025 ഞാൻ സ്റ്റോക്കുകളിൽ എങ്ങനെ നിക്ഷേപിക്കുന്നു, അതുപോലെ എൻ്റെ മ്യൂച്വൽ ഫണ്ടുകളിൽ ഞാൻ എങ്ങനെ നിക്ഷേപിക്കുന്നു എന്ന് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് മുന്നോട്ട് പോകാം. ഈ വീഡിയോ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ 25 സ്റ്റോക്കുകളുള്ള പോർട്ട്ഫോളിയോ ഞാൻ എങ്ങനെ 2025 മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നു, അതിൽ എന്തൊക്കെ വിൽക്കും, എന്തൊക്കെ വാങ്ങും, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും. രണ്ടാമത്തെ സെക്ഷനിൽ എൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഞാൻ ഏതൊക്കെ ഫണ്ടുകളിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമുണ്ട്, അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ 25 സ്റ്റോക്കുകളുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ, പ്രത്യേകിച്ചും നമ്മളുടെ റുപ്പിമംഗ് സർവീസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മിക്കവാർക്കും അറിയാവുന്ന പോലെ 20 സ്റ്റോക്കുകൾ ഞാൻ ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും 5 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുമാണ്. അങ്ങനെ 25 സ്റ്റോക്കുകളുടെ ഒരു പോർട്ട്ഫോളിയോ ആണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 25 സ്റ്റോക്കുകളിൽ ആദ്യത്തെ 10 നമ്മൾ ക്രോർപതി അല്ലെങ്കിൽ ഒരു കോടിപതി പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഞാനും നമ്മളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ്. അതിൽ 10 ഡിഫറെന്റ് സ്റ്റോക്കുകൾ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ പോകുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ 10 സ്റ്റോക്കുകളും 10,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചുരുക്കം. ഈ 10 സ്റ്റോക്കുകൾ ഡിഫറെന്റ് സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളാണ്. ഇതിൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലുള്ള സ്റ്റോക്കുകളുണ്ട്, ഹോം ഇംപ്രൂവ്മെന്റ് സെക്ഷനിലുള്ള സ്റ്റോക്കുകളുണ്ട്, IT സ്റ്റോക്കുകളുണ്ട്, ബാങ്കിങ് സ്റ്റോക്കുകളുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ 10 ക്രോർപതി എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതിൽ ഞാൻ എങ്ങനെയാണ് ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയും ഓൺ ആൻ ആവറേജ് 2,500 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ 10 സ്റ്റോക്കുകളിൽ ഓരോന്നിലും 2,500 രൂപ വെച്ച് ഓരോ ആഴ്ചയും നിക്ഷേപിച്ച് ആ ഒരു അലോക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2,500 എല്ലാ ആഴ്ചയും എല്ലാ സ്റ്റോക്കിലും നിക്ഷേപിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് സ്റ്റോക്കിൽ നിക്ഷേപിക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് പറയാറുള്ളത് പോലെ നമ്മൾക്ക് ആദ്യത്തെ ഒരാഴ്ച ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിലേക്കുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ അടുത്ത ആഴ്ച, ഈ ആഴ്ചത്തെ 2,500 അടുത്ത ആഴ്ചത്തെ 2,500 കൂടെ ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും നിക്ഷേപിക്കും. ചിലപ്പോൾ 4-5 ആഴ്ചകളിൽ നമുക്ക് നിക്ഷേപിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10,000-15,000 രൂപ ഒറ്റയടിക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ് പതിവ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്രോർപതി പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യം. ഇത് 5 ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റുകളിൽ ഡിഫറെന്റ് സെക്ടറുകളിൽ നിന്നുള്ളതായതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നല്ല രീതിയിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മൾക്ക് ഡിഫറെന്റ് മാർക്കറ്റ് സെനാരിയോകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നേട്ടം തരാൻ, പ്രത്യേകിച്ച് ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡിങ്ങിന് പറ്റുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്റ്റോക്കുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ പല സ്റ്റോക്കുകളും നമ്മൾ മുൻകാല വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അത്തരം ചില വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിലുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. കോർ ആയിട്ടുള്ള ആ ക്രോർപതി പ്രോഗ്രാമിന് ശേഷം ബാക്കി 10 സ്റ്റോക്കുകൾ ഞാൻ ഒരു സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മീഡിയം ടേം ഹോൾഡ് ദെൻ സെൽ എന്നുള്ള സ്ട്രാറ്റജി. അതായത് നമ്മൾക്ക് ഒരു ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആളുകളോട് പറയാറുള്ളത് ഒരു 10% അതിൽ കൂടുതലൊക്കെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലാഭമെടുത്ത് അടുത്ത ഓപ്പർച്യൂണിറ്റിക്കായിട്ട് പോവുക എന്നുള്ള ഒരു രീതിയാണ് 2024 വരെ നമ്മൾ പരീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് നമ്മൾ ഒരു വർഷം ഹോൾഡ് ചെയ്യാതെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20% ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. അതായത് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി അത് 1,20,000 വർദ്ധിച്ച് നമ്മൾക്ക് അത് പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിൻവലിക്കുന്നത് ഒരു വർഷത്തിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എഫക്റ്റീവ്ലി കയ്യിൽ കിട്ടുക 20,000 രൂപയുടെ 20%, അതായത് 4,000 രൂപ ടാക്സ് പോവുകയും നമുക്ക് എഫക്റ്റീവ്ലി കയ്യിൽ കിട്ടുക 1,16,000 രൂപ മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു ഹയർ ടാക്സ് വരുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെട്ടെന്നുള്ള ബൈ ആൻഡ് സെൽ രീതി ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ബൈ ആൻഡ് സെല്ലാണ് ഈ 2025 ഞാൻ
സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്രോർപതി പ്രോഗ്രാമിലുള്ള 10 സ്റ്റോക്കുകളിൽ ബൈ ആൻഡ് അക്യുമുലേറ്റ് എന്നുള്ള സ്ട്രാറ്റജിയാണ് അതിൽ ഫോളോ ചെയ്യുന്നത്. അതിൽ കാര്യമായിട്ടുള്ള ഒരു വിൽപ്പന നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതേസമയം സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോയിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള സെല്ല് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഘട്ടങ്ങളിൽ മാത്രം സെല്ല് ചെയ്യുക. എന്നാൽ ഈ ക്രോർപതി പോലെ 100% ഒരു ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു സംവിധാനം അതിലില്ല എന്ന് മാത്രമേ അത് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. ഇനി ബാക്കി ഒരു 5 സ്റ്റോക്ക് ഉണ്ട്. ആ 5 സ്റ്റോക്കുകളിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഒരു ആദ്യ സമയത്ത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള HDFC ബാങ്ക്, റിലയൻസ്, ഹിന്ദുസ്ഥാൻ യൂണിലീവർ പോലുള്ള കമ്പനികളായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരമായിട്ട് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അതിൽ നിന്നുള്ള എമൗണ്ട് നമ്മൾ മറ്റുള്ള സ്റ്റോക്കുകളിലേക്ക്, നമ്മളുടെ ബാക്കിയുള്ള ഒരു 20 സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഈ വർഷം നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് 25 എന്നുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് 20 ആക്കി കുറയ്ക്കുകയും ആ ബാക്കി നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാതെ വെച്ചിട്ടുള്ള 5 സ്റ്റോക്കുകളിൽ വിൽപ്പന നടത്താനുമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ വർഷത്തെ സ്റ്റോക്ക് സ്ട്രാറ്റജി. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ കാര്യത്തിൽ എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനി പറയാൻ പോകുന്നത് എന്റെ മ്യൂച്വൽ ഫണ്ട് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ എന്റെ പ്രധാനപ്പെട്ട ഗോളുകളെല്ലാം തന്നെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയുടെ ഇൻവെസ്റ്റ്മെന്റ് വഴിയാണ് ലിങ്ക് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 2 ഗോളുകളാണുള്ളത്: കുട്ടികളുടെ വിദ്യാഭ്യാസവും റിട്ടയർമെന്റും. ഈ 2 ഗോളുകൾക്കായിട്ട് 6 മ്യൂച്വൽ ഫണ്ടുകളിൽ SIP രീതിയിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 6 മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു വീക്ക്ലി SIP എന്നുള്ള രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റവന്യൂ വരുന്നതിനനുസരിച്ച് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നാണ് പറയാം. റവന്യൂ വരുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ശമ്പളം കിട്ടുന്ന ആളുകൾ മാസത്തിൽ SIP ചെയ്യുക എന്നുള്ളത് തികച്ചും സെൻസിബിൾ ആണ്. ഞാനൊരു മാസശമ്പളക്കാരനാണ് എന്നുണ്ടെങ്കിലും നമുക്ക് മറ്റുള്ള ഈ സൈഡ് പരിപാടികളിൽ നിന്ന് കിട്ടുന്ന പണമാണ് കൂടുതൽ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആഴ്ചയിൽ നമ്മൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകളിൽ 6000 രൂപ വെച്ച് 6 മ്യൂച്വൽ ഫണ്ടുകളിലും 6000 രൂപ വെച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീക്ക്ലി SIP എന്നുള്ള രീതിയിൽ 36,000 രൂപ ഓരോ ആഴ്ചയും ഈ 6 മ്യൂച്വൽ ഫണ്ടുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, അതുപോലെ സ്മോൾ ക്യാപ് ഫണ്ടുകളുണ്ട്, മിഡ് ക്യാപ് ഫണ്ടുകളുണ്ട്. ഇതിന് പല ഫണ്ടുകളെയും പറ്റിയിട്ട് ഞാൻ മുൻപ് വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. വീക്ക്ലി SIP ചെയ്തുകൊണ്ടിരിക്കുന്ന ഫണ്ടുകളുടെ SIP എമൗണ്ട് ഓരോ വർഷവും 10% ഇൻക്രീസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് മറ്റൊരു പോയിന്റ് ആണ്. അതായത് കഴിഞ്ഞ വർഷമൊക്കെ 5000 രൂപ വെച്ചായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഓരോ ഫണ്ടിലും. ഇപ്പോഴത് 6000 ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വർഷം അത് 7000 ആക്കി വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ടോപ്പ് അപ്പ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഗോളുകൾ കൂടുതൽ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും നമുക്ക് വേണ്ടി വരുന്ന എമൗണ്ട് കൂടുതലായി കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യാനും സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇങ്ങനെ ഞാൻ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ ബോണസ് ആയിട്ടുള്ള പണം നമ്മളുടെ കമ്പനിയിൽ നിന്ന് ബോണസ് കിട്ടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ വഴി, ഇപ്പൊ ചിട്ടികൾ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും NCDകൾ മെച്ചൂർ ആകുമ്പോഴോ കിട്ടുന്ന പണം ഈ ഫണ്ടുകളിൽ ലംസമായിട്ട് ഇടാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഈ 6 മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഗോളുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസും അത് കംപ്ലീറ്റ് ചെയ്യാനും അത് മിസ് ചെയ്യാതിരിക്കാനും അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരിക്കലും ഒരു റാൻഡം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാനോ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മാറാനോ സാധ്യതയില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അതിന് പകരമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഫിനാൻസ് ഗോൾ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി എന്ത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള അപ്രോച്ചാണ് നിങ്ങൾ ഫോളോ ചെയ്തത്. ആ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ SIP ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡിസിപ്ലിൻ എൻഷുർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയാം. അതായത് അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും. നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയോ ചെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി ആ SIPകൾ എക്സിക്യൂട്ട് ആയിക്കോളും. നമ്മുടെ പണം മ്യൂച്വൽ ഫണ്ടിലേക്ക് കൃത്യമായിട്ട് പോയിക്കോളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അടുത്ത് നമ്മുടെ യൂട്യൂബിൽ പല വീഡിയോകളും SIP മോശമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ലാസ്റ്റ് 10-20 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് SIPകൾ വഴി ഇൻവെസ്റ്റ് ചെയ്യുക തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റർമാർക്ക് ഏറ്റവും നല്ലത് എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. ഈ SIPകളെ പറ്റി 2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ലിങ്ക് ആണ് ഇവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. 8848030018 ആണ്. ഈ വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്.